10-11 ഇടയ്ക്ക് വെച്ചാണ് ഈ ലോറി അവിടുന്ന് പാഞ്ഞു വരുന്നത്. ഈ ലോറി വരുന്നതിന് മുമ്പിട്ട് ഒരു ബൈക്ക് വന്നിരുന്നു. ആ ബൈക്ക് വന്ന് പോകാനുള്ള സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ആ ബൈക്ക് അതിൻ്റെ പാട്ടിന് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ലോറി ഒരു നിയന്ത്രണമില്ലാതെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് ഒരു നിയന്ത്രണമില്ലാതാണ് ഈ ലോറി വന്നത്. ഞാൻ വിചാരിച്ചു ഈ ലോറി നേരെ വരത്തേയുള്ളൂ. പക്ഷേ ഈ ലോറി വന്ന ലോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വലത്തോട്ട് നേരെ അങ്ങ് ടേൺ ചെയ്യുമായിരുന്നുണ്ടായിരുന്നു. ടേൺ ചെയ്ത് നേരെ പോയി ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ മതിലിൽ ഇടിച്ച് ചരിഞ്ഞ് കുട്ടികളുടെ മേളിലാണ് വീണത്. സോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ മിനിറ്റത്തെ സമയം ഒരു 5 സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്കാണ് എൻ്റെ മോൻ്റെ കൂടെ നിന്ന പയ്യനെ ഞാൻ കണ്ടു. അവന് കുഴപ്പമൊന്നുമില്ലാതെ അവനവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോനെ കാണുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവനെ എവിടെയെങ്കിലും ആ കൂട്ടത്തിലെങ്ങും അവനെ എവിടെയെങ്കിലും കാണുന്നില്ല. വേറെ ഒന്നുമില്ല. കുറേ പിള്ളേരുടെ നിലവിളി മാത്രം കേൾക്കാനുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പയ്യൻ കിടപ്പുണ്ടായിരുന്നു. ആരാന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ആ പയ്യനെയാണ് എനിക്ക് ആദ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ പയ്യനെ എങ്ങനെയെങ്കിലും ഞാനിങ്ങനെ വലിച്ച് വെളിയിലിട്ടപ്പോഴത്തേക്ക് അവന് വലിയ കുഴപ്പമില്ല. അവൻ എണീറ്റ് നിന്നു. പിന്നെ നോക്കിയപ്പോഴാണ് മോൻ്റെ യൂണിഫോമിൻ്റെ ഒരറ്റം എനിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മണ്ണും കല്ലും കട്ടയെല്ലാം മാറ്റിയതിന് ശേഷം മോനെ പെട്ടെന്ന് വെളിയിലെടുത്തിട്ട് എനിക്ക് അവനെ നോക്കുക, അവൻ്റെ മുഖത്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അകത്ത് വേറെ ആരോ പെട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. സോ അപ്പോഴത്തേക്ക് അവനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മേളിലോട്ട് ഭയങ്കര ഓവറായിട്ട് മണ്ണാണ്. അപ്പോഴത്തേക്ക് മോന് ഭയങ്കരമായിട്ട് മൂക്കിൽ കൂടി ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ നോക്കാൻ നിന്നില്ല. അപ്പോഴേ റോഡിലോട്ട് എടുത്തുകൊണ്ട് വന്ന് 1-2 വണ്ടിക്ക് കൈ കാണിച്ച് ആരും നിർത്തിയില്ല. പിന്നെ ഇദ്ദേഹം അതുവഴി വരുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം എൻ്റെ ഒരു പരിചയക്കാരനും കൂടിയാണ്. പുള്ളി അവിടെ നിർത്തി. പുള്ളിയുടെ ബൈക്കിൽ ഞാൻ കൊണ്ടുവന്ന് ആദ്യം മോനെയാണ് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നത്. കൊട്ടാരക്കര നീലേശ്വരം ടിപ്പർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കൗശിക്കിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്ക് മാറ്റി. ആംബുലൻസ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ആംബുലൻസിന് വഴിയൊരുക്കണമെന്ന് ആണ് പോലീസിന്റെ അഭ്യർത്ഥന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.